കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾക്ക് ശേഷം തളച്ചു. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് വിയ്യൂർ ക്ഷേത്രത്തിലെ ആറാട്ടിനിടെ ഇടഞ്ഞത്. പരിക്കേറ്റ പാപ്പാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, പറയൂ, എന്തായാലും അവസാനം ആനയെ തളച്ചു. ആശ്വാസകരമായ ആ വാർത്തയ്ക്ക് പിന്നാലെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയൂ. തീർച്ചയായും എസ്കെൻ, ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ആനയെ തളയ്ക്കാനായി സാധിച്ചത്. ഏറെ നേരം ഈ ആന പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്ന് പറയാതെ വയ്യ. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കൊയിലാണ്ടി വിയ്യൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആന ഇടഞ്ഞത്. തുടർന്ന് ഈ ആനയെ തളയ്ക്കാനുള്ള പരിശ്രമം ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുൾപ്പെടെ ഈ എലിഫന്റ് സ്ക്വാഡ് ഇവിടേക്ക് എത്തി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. അങ്ങനെ വളരെ മണിക്കൂറുകൾ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് അല്പസമയം മുൻപ് ഈ ആനയെ തളയ്ക്കാനായി സാധിച്ചത്. ഈ ക്ഷേത്രത്തിൽ വിളക്കുകാലുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ, ഭണ്ണാരം ഉൾപ്പെടെ അങ്ങനെ പലവിധ സാധനങ്ങൾ ഈ ആന തകർത്തിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ആർക്കും പരിക്കില്ല. പാപ്പാന് പരിക്കുണ്ട്. എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാപ്പാന് ഈ ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമത്തിനിടെ പാപ്പാന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി എത്തിച്ച ആനയാണ് ഇന്നലെ ഏതാണ്ട് 12 മണിയോടുകൂടി ഇടയുന്നത്. എഴുന്നള്ളിപ്പിന് ശേഷം ആനയെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. ഈ ഉത്സവം ഇന്നലത്തെ ഉത്സവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. അതിനാൽ തന്നെ ആളുകൾ കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. അതിനാലാണ് വലിയ ഒരു അപകടം ഒഴിവായത്. കാരണം നമുക്കറിയാം, ഈ ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായാൽ ആളുകൾ പരിഭ്രാന്തരാകും, ചിതറിയോടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും അത്തരത്തിലൊരു ദുരന്തം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും ഈ പരിക്കേറ്റ പാപ്പാൻ ചികിത്സയിൽ തുടരുകയാണ്. ആനയെ തളയ്ക്കാനായി സാധിച്ചിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന.